എല്ലാവർക്കും ടിവിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ആത്മീയ പൈതൃകത്തിൽ അത്യന്തം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മളുള്ളത്. അതൊരു ക്ഷേത്ര സമുച്ചയം തന്നെയാണ് ചന്ദനക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്ക് സമീപമുള്ള തിരുനാവായ കുറുമ്പത്തൂർ പ്രദേശത്താണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു സാധാരണ ക്ഷേത്രമല്ല, ഏകദേശം 10 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു വിശാലമായ ക്ഷേത്ര സമുച്ചയം തന്നെയാണ്. ഇവിടെ പ്രധാന ദേവിയോടൊപ്പം 18ഓളം ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളും കാണപ്പെടുന്നു. ചന്ദനക്കാവ് എന്ന പേരിന്റെ ഉത്ഭവം ഈ പ്രദേശം പണ്ടുകാലത്തൊരു വിശുദ്ധ കാവായിരുന്നു. ആ കാവിന്റെ എല്ലാ ഭംഗിയും ഈ അമ്പലത്തിലുണ്ട് കേട്ടോ. മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ശാന്തതയുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതായത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ദേവാലയം, വലിയ വൃക്ഷങ്ങളും പച്ചപ്പും നിറഞ്ഞ ഒരു ദൈവസാന്നിധ്യമുള്ളൊരു സ്ഥലം. ഈ പ്രദേശത്ത് ചന്ദന വൃക്ഷങ്ങൾ കൂടുതലായി ഉണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഇതിന് ചന്ദനക്കാവ് എന്ന പേര് തന്നെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. പ്രധാന പ്രതിഷ്ഠകളിൽ ഇവിടുത്തെ മുഖ്യ ദേവി ശ്രീ ഭഗവതി അമ്മ തന്നെയാണ്. ഭദ്രകാളി രൂപത്തിലാണ് ശക്തിയുടെ പ്രതീകമായ അമ്മയെ ഇവിടെ അതീവ ഭക്തിയോടെയാണ് ആരാധകർ, അതായത് ഭക്തർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാന സന്നിധിയോടൊപ്പം മറ്റ് നിരവധി പ്രതിഷ്ഠകളും ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഉണ്ട് കേട്ടോ. ഇത് ഒരു ദേവതാ സമന്വമായ ക്ഷേത്രം എന്ന രീതിയിൽ അറിയപ്പെടുന്നു. ഈ അമ്പലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് അറിയില്ലേ? നാരായണിയും എഴുതിയ കവി അറിയില്ലേ? അപ്പൊ ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഭക്തി സാഹിത്യത്തിലെ മഹാനായ കവി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൂടിയാണിത്. അദ്ദേഹം രചിച്ച നാരായണീയം ഇന്ന് ലോകമെമ്പാടുമുള്ള ഭക്തർ പാരായണം ചെയ്യുന്ന മഹാകൃതിയാണ്. പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടാണ് ഈ ദേവിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം സാഹിത്യ ചരിത്രത്തോടും ആത്മീയ പാരമ്പര്യത്തോടും ചേർന്ന് നിൽക്കുന്നു. ഒരു കാവിന്റെ ഒരു പ്രത്യേകത തന്നെ കേട്ടോ ഈ അമ്പലത്തിലെ ചന്ദനക്കാവ്. ഒരു കാവാണല്ലോ, അതായത് പ്രകൃതിയോടൊപ്പം ചേർന്നിരിക്കുന്നത് ദേവാലയമല്ലേ. വൃക്ഷങ്ങളും ശാന്തമായ അന്തരീക്ഷവും പച്ചപ്പിന്റെ നടുവിൽ ദേവിയുടെ സാന്നിധ്യവും ഇത് ഈ ക്ഷേത്രത്തിന് ഏറ്റവും ഭംഗി കൊടുത്തിരിക്കുക കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത് ഞങ്ങളുടെ കുടുംബദേവിയാണ്. അതായത് എൻ്റെ ഭർത്താവിന്റെ കുടുംബക്ഷേത്രം കൂടി ആയതിനാൽ ഈ ക്ഷേത്രവുമായി ഞങ്ങൾക്കുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ് കേട്ടോ. ഇതൊരു ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രം എന്നതിലുപരി നമ്മുടെ കുടുംബത്തിന്റെ ആത്മീയ അടിസ്ഥാനം കൂടിയാണ്. ഓരോ ദർശനവും ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ കുടുംബസമേതമാണ് ഇവിടെ എപ്പോഴും വരാറ്. പക്ഷെ ഇന്ന് ഞാനും ഹസ്ബൻഡും മാത്രമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ അമ്പലത്തിലെ തിരുമേനിയായിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കണമെന്ന് കരുതിയിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. അപ്പം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ തിരുമേനിയോട് സംസാരിച്ചിട്ട് ഈ അമ്പലത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പൊ ഇപ്പൊ എനിക്കറിയാവുന്ന ചെറിയ രീതിയിലൊക്കെയാണ് ഞാൻ ഇതിട്ടിരിക്കുന്നത്. ഇതിലെനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം നമ്മളുടെ കുടുംബക്ഷേത്രത്തിനെ കുറിച്ചാണ്. കുടുംബക്ഷേത്രം നമുക്ക് എപ്പോഴും നമ്മൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. കാരണം ഇപ്പോൾ എല്ലാവരും കുടുംബക്ഷേത്രം നന്നാക്കിക്കൊണ്ടിരിക്കുവാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ കൂടി വരുമ്പോൾ കുടുംബക്ഷേത്രം നന്നാക്കാനായിട്ട് അവരുടെ മനസ്സ് തോന്നുവാണ്. അപ്പം എല്ലാവരും നമ്മളെ കുടുംബ ദേവതയെ സ്മരിച്ചുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. എങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പ്രസാദമൊക്കെ കഴിച്ചു. നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ തിരിച്ചു വരുന്നത്. അമ്പലത്തിലുള്ള ഓരോ ദർശനവും, ഇത് ഓരോ സ്ഥലവും ഓരോന്നായിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വ്യക്തമായിട്ടിത് പറയാനുള്ളൊരു സാഹചര്യം നമുക്ക് അവിടെ നിന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി തിരുമേനിയും കൂടെ ഫ്രീ ആവുന്ന സമയമാകുമ്പം കൂടുതലായിട്ട് അവരുടെ ഒരു രീതിക്ക് തന്നെ നമുക്കത് പറഞ്ഞു തരാൻ പറ്റുമല്ലോ. അങ്ങനെ എന്തായാലും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ഓൾറെഡി നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് നിർബന്ധമാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതെനിക്ക് കമൻറ്റിലൂടെ അറിയിച്ചു തരണം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും പറയണം. അപ്പം കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്.
അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം കാണാം. അപ്പം എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.